ഇങ്ങനൊരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള എൻ്റെ സന്തോഷം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു വേദിയിൽ വന്ന് സംസാരിക്കുന്നത്. നമ്മുടെ പുകാസയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പാർട്ടിയുടെ ഒരുപാട് നിരവധി പരിപാടികൾക്ക് ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഇന്നാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, VPP മുസ്തഫ എന്ന് പറയുന്ന എൻ്റെ ചിരകാല സുഹൃത്തിനോട് ഉള്ള എൻ്റെ സ്നേഹവും ആദരവും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞതിലുള്ള സന്തോഷവുമാണ്. മുസ്തഫയെ ഞാൻ ഒരു സമയത്ത് കാണുന്നത്, ഞാൻ പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന പോലെ ഈ പടവുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മാഷ് പറഞ്ഞ പോലെ മാഷാണ് ഞാൻ ഈ ഷൂട്ടിങ് കാണാൻ വേണ്ടി പോയതാണ്. പടവുകളുടെ ഷൂട്ടിങ് കാണാൻ വേണ്ടി പോയപ്പോൾ മാഷാണ് എന്നെ പിടിച്ചിട്ട് നീയാണ് നായകനെന്ന് പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ആ സമയത്ത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഈ സമയത്ത് ഈ ഷൂട്ട് ചെയ്യുന്ന ഡയറക്ടർമാർക്ക് ഉണ്ടല്ലോ, അവർക്ക് അത്ര വലിയ പരിചയമില്ല. അപ്പം ഞാനിപ്പോൾ ഒരുപാട് സിനിമേൻ്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലാവുന്നതാണ്. അവരും എന്നെപ്പോലെ തന്നെ, എനിക്കൊരു ചെറിയ പ്രായമുള്ളൂ. അപ്പോൾ അവരും ഇതേപോലെ തന്നെ എൻ്റെ ഏകദേശം എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അവർക്കും ഇതുണ്ട്. അങ്ങനെ എന്നെ പാലത്തിൽ മാഷ് ഷൂട്ടിങ് ഉണ്ടായിരുന്നില്ല, മാഷ് എഴുതി വെച്ചിട്ട് പോയി. ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാനൊരു 100 മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ മുകളിൽ ഞാൻ രാജാവിനോട് പറയാറുണ്ട്, എന്നെ 25 പ്രാവശ്യമാണ് ഓടിച്ചത് ഒരു ടേക്കിന് വേണ്ടിയിട്ട്. ഓടി ഞാൻ അവസാനം അതെന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നത്. എൻ്റെ മോഹൻലാലല്ല, ഞാൻ ഈ ഹുസൈൻ ബോൾട്ടായി മാറിയത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ആ സമയത്ത് അന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാസർഗോഡ് മുഴുവൻ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ടെലിഫിലിമായിട്ട് മാറിയിട്ട് അതിനുശേഷം മാർച്ച് എനിക്ക് അതിൻ്റെ ഒരു സീരിയൽ എനിക്ക് ഉണ്ടാക്കി തരികയുണ്ടായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും VPP മുസ്തഫയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഞാനൊരു സാഹിത്യകാരനായിട്ട് അല്ലെങ്കിൽ ഒരു സാഹിത്യ പുതുകിയായിട്ടാണ്, ഒരു സാഹിത്യത്തോട് വളരെ അഭികാമ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ VPP മുസ്തഫയെ കാണുന്നത്. അദ്ദേഹം ഈ പറയുന്ന പോലെ പല ക്യാമ്പുകളിലും അതുപോലെ തന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും ഒക്കെ തന്നെയും അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമായിരുന്നു. പണ്ട് കാലത്തിൽ വലിയ ചെവിയുള്ള ഒരു പയ്യൻ. അപ്പോൾ അതാണ് ചെവിയാണ് യഥാർത്ഥത്തിൽ ഒരു കാർട്ടൂൺ വരയ്ക്കുന്നുണ്ടെങ്കിൽ VPP മുസ്തഫയെ നമ്മൾ കാണിക്കുമ്പോൾ വലിയ ചെവിയായിരിക്കും ഉണ്ടാവും. അപ്പോൾ വലിയ ചെവി ബുദ്ധിയുടെ പ്രതീകമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ചെവിയുള്ള ഒരു ചെറുപ്പക്കാരൻ അന്ന് ഇവിടുത്തെ സാഹിത്യ സദസ്സുകളിൽ വലിയൊരു സജീവ സാന്നിധ്യമായിട്ട് മാറുകയും അങ്ങനെ ഞങ്ങൾ തമ്മിലുണ്ടായ ബന്ധം ഇത്രയും കാലം ഞങ്ങൾ തുടർന്നു വരികയും മുസ്തഫ ഒരു രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ സജീവ സാന്നിധ്യമായിട്ട് മാറുകയും ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നമ്മുടെ പുതിയ ഇവിടുത്തെ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കലയും പ്രത്യയശാസ്ത്രവും എന്ന് പറയുന്ന പുസ്തകം നിരവധി പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ EMSൻ്റെ വിചാരലോകം എന്ന് പറയുന്ന ഒരു പുസ്തകം, അതുപോലെ തന്നെ ജൈവ നീതി ഈ കവിതകൾ എന്ന് പറയുന്ന പുസ്തകം, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ രാഷ്ട്രീയത്തെയും സാഹിത്യത്തെയും ഒരേപോലെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് VPP മുസ്തഫയുടെ. അത് തന്നെയാണ് ഇതര രാഷ്ട്രീയക്കാരനും. ചിലപ്പോൾ നമുക്ക് പല രാഷ്ട്രീയക്കാരനും ചിലപ്പോൾ ഒരു വായനയോടൊക്കെ വലിയ, അത് സാഹിത്യത്തോട് മറ്റ് പൊളിറ്റിക്സും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ചരിത്രവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ സജീവമായിട്ട് വായിക്കുന്നുണ്ടാവും. പക്ഷെ അതേ സമയത്ത് തന്നെ സാഹിത്യം വായിക്കുന്ന, സാഹിത്യത്തോട് താല്പര്യമുള്ള വളരെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകന്മാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത്തരത്തിൽ ഒരാളാണ് യഥാർത്ഥത്തിൽ നമുക്ക് VPP മുസ്തഫ എന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മളുടെ ആദ്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി മാഷാണ്.
ഈ ഒരു വലിയ നിരൂപകനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അന്ന് നമ്മുടെ ഈ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാഹിത്യം അറിയുന്ന ഒരാൾക്ക് ഒരു സമൂഹത്തിൻ്റെ ഒരു അന്തർധാരയെ കുറിച്ചിട്ട്, ഒരു സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ സാഹിത്യം കൂടി അറിയുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള ആളുകളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് സമൂഹത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കും, അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് കൂടുതൽ പ്രയോജനപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ VPP മുസ്തഫയിൽ നിന്ന് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ EMS കാര്യമാണെങ്കിൽ EMS എന്തായിരുന്നു? EMS യഥാർത്ഥത്തിൽ വലിയൊരു വായനക്കാരനായിരുന്നു EMS, അല്ലേ? കലക്ക് വേണ്ടിയിട്ടാണോ, കല സമൂഹത്തിന് വേണ്ടിയിട്ടാണോ എന്ന് പറയുന്ന വലിയ ചർച്ചകളിൽ സജീവമായിട്ട് ഇടപെടുകയും അതിൽ കൃത്യമായ നിലപാടുകൾ പറയുകയും ചെയ്ത ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ EMS എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം സാഹിത്യവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം സാഹിത്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബോധവും അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ എന്നും ഓർമ്മിക്കുന്നതായിട്ട് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ശരിക്കും കലക്ക് വേണ്ടിയാണോ, സാഹിത്യത്തിന് സമൂഹത്തിന് വേണ്ടിയാണോ എന്നുള്ള ചർച്ചയിൽ EMS പറയുന്ന ഒരു കൃത്യമായൊരു കാര്യമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയുള്ളത്? നിങ്ങൾ കൃത്യമായിട്ടും അത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായിട്ട് നിങ്ങൾ എഴുതുകയും അതിന് പുറത്തുനിന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് എഴുതാനുള്ള അവകാശമുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ EMS പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം സാഹിത്യവും കലയെയും ഈ പറയുന്ന പോലെ തന്നെ വളരെ വിശാലമായ അർത്ഥത്തിൽ കണ്ട ഒരു വലിയ മനുഷ്യനാണ് EMS എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ EK നാരായണനെ പോലുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ പോലെ EK നാരായണനെ പോലുള്ള ആളുകൾ ഒക്കെ മത്സരിച്ച ഒരു മണ്ണിലാണ് ഇന്ന് VPP മുസ്തഫ മത്സരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമൂഹത്തിന് വളരെ ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നേതാവായിട്ട്, ഒരു MLA ആയിട്ട്, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു MLA ആയിട്ട് അദ്ദേഹം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുക, നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞ കാര്യം തന്നെ പറയാം, സാഹിത്യം പറയുന്ന സമയത്ത് സച്ചിദാനന്ദ മാഷ് പറഞ്ഞ കാര്യം പറയണമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് എനിക്ക് വളരെയധികം യോജിപ്പുണ്ട്. നമ്മളത് പ്രത്യക്ഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ പറയുന്നതിന് വലിയ വൈരുദ്ധ്യമുണ്ട്. എപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്, 10 കൊല്ലം ഭരിച്ചത് മതി, ഇനിയിപ്പോൾ ഒരു 10 കൊല്ലം എന്താണ്, ഒരു 5 കൊല്ലം റെസ്റ്റ് എടുക്കട്ടെ. എന്തിനാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ സച്ചിദാനന്ദ മാഷ് പറയുമ്പോൾ ഒരു ഇതുണ്ട്. കാരണം വ്യക്തിപരമായിട്ട് ഒരാൾക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. അതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഓരോരുടെയും അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയാം. ഓക്കെ, 10 വർഷം ഭരിച്ചത് മതി, ഇനിയുള്ള 5 വർഷം മറ്റേതെങ്കിലും പാർട്ടി ഭരിക്കട്ടെ എന്ന് പറയാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പറഞ്ഞ ഏതൊരു വ്യക്തിക്കുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ എല്ലാവരും കൊണ്ട് ഒരു പൊങ്കാലിടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ ഈ 5 വർഷം ആര് ഭരിക്കും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഈ 10 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും ശക്തിയോടെ ഭരിക്കാൻ വേണ്ടി പറ്റുന്ന അതിനേക്കാളും നന്നായിട്ട് ഭരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബദൽ സംവിധാനം, ഒരു ബദൽ പാർട്ടി സംവിധാനം എവിടെ ഉണ്ട് എന്നുള്ളത് കൂടി ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. സച്ചിദാനന്ദൻ പോലുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ വാക്കുകളാണ്, പക്ഷെ വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം നമ്മുടെ ഇതിൽ നിന്നുകൊണ്ട് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് ഒരിക്കലും ആശാസ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നത് നേരെ ബംഗാളിലേക്കാണ് പോകുന്നത്. ബംഗാളിൽ 30 കൊല്ലം പാർട്ടി ഭരിച്ചിട്ട് ഇങ്ങനെയായി. ഞാൻ ചോദിക്കട്ടെ, ബംഗാളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ബംഗാളിൽ എനിക്ക് കഴിഞ്ഞ 4-5 കൊല്ലം മുമ്പ്, ഒരു 3-4 കോവിഡിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ബംഗാളിൽ ഒരു 10-20 ദിവസം ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഞാൻ. അവിടെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാനൊരു എഴുത്തുകാരനായിട്ട് സംസാരിക്കുകയാണ്, ഞാനൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്നതല്ല.
ഞാൻ ചോദിക്കട്ടെ, ബംഗാളിന്റെ രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ബംഗാളിന്റെ രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയവും രണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ സംവിധാനമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളിലായിട്ട് നിരന്തരമായ തൊഴിലാളി സമരങ്ങളിലൂടെയും കർഷക സമരങ്ങളിലൂടെയും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നവോത്ഥാനത്തിന്റെ രീതി ആണോ ബംഗാളിൽ നടന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളതാണ്. ബംഗാളിന്റെ കാര്യം, ബംഗാൾ 30 കൊല്ലം ഭരിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ കേരളത്തിന്റെ കാര്യമല്ലത്. അപ്പോൾ ആ സാധനം വെച്ചുകൊണ്ട് 30 കൊല്ലം അവിടെ ഭരിച്ചുകൊണ്ടാണ് പാർട്ടി അങ്ങനെ ആയിപ്പോയതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ബംഗാളിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ട് കുറേ കൊല്ലായല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ കൊല്ലായി. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലത്ത് ഇവരല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി നോക്കണം. അവിടെ അതിർത്തി ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനൊരു കണ്ട സാധനം, ഞാനൊരു പല സ്ഥലത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മോഹൻപൂർ, ഇത് പറയുന്ന പോലെ മുഹമ്മദ്പൂർ, മോഹൻപൂർ, സബ്ദ, ചക്ര എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നഗരങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് കാര്യമില്ല. ഈ ബംഗാളിൽ പോയി എന്ന് പറഞ്ഞിട്ട് ബംഗാളിലെ സിറ്റിയിലൂടെ യാത്ര ചെയ്തിട്ടൊന്നും കാര്യമില്ല, കൽക്കത്ത സിറ്റിയിലൂടെ യാത്ര ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബർസാത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടത്തേക്ക് 25 കിലോമീറ്ററാണ്. 25 കിലോമീറ്റർ പോകുമ്പോഴേക്ക് ആ നാട് 30 കൊല്ലം പിറകിലാണ്. കേരളത്തിന്റെ അവസ്ഥയിൽ നിന്ന് 30-40 കൊല്ലം പിറകിലാണ്. യാത്ര ചെയ്തവർക്കറിയാം. ഈ പറയുന്ന ഇവിടെ വരുന്ന എല്ലാ തൊഴിലാളികളും വരുന്നത് ആ സ്ഥലങ്ങളിൽ നിന്നാണ്. ഈ പറയുന്ന ഈ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഈ പാർട്ടീഷന്റെയും ദാരിദ്ര്യത്തിന്റെയും മതപരമായിട്ടുള്ള ഈ വംശീയതയുടെയും ഈ തിക്തമായ അനുഭവങ്ങൾ അതിതീവ്രമായിട്ട് അനുഭവിച്ച ഒരു ജനതയിൽ നിന്നാണ് ദാരിദ്ര്യം കൊണ്ട് നിർക്കപ്പൊറുതിയില്ലാതിരിക്കുന്ന സമയത്താണ് അവരൊക്കെ എങ്ങോട്ട് വരുന്നത്, നമ്മുടെ ഈ നാട്ടിലേക്ക് വന്ന് വരുന്നത്. അവരെ മുഴുവൻ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പോറ്റി വളർത്തുന്ന സംസ്ഥാനമാണ് ഇന്ന് ആലോചിച്ചോക്കണം. അപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഭരണം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് നിൽക്കക്കള്ളിയില്ലാതെ ദാരിദ്ര്യം കൊണ്ട് ഇങ്ങോട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഇവിടത്തേക്ക് വരുന്ന ആളുകളെ പോറ്റി വളർത്തുന്ന ഒരു സംസ്ഥാനമാണിത്. അപ്പൊ നമ്മുടെ പ്രാധാന്യം നമ്മൾ നോക്കണം. അപ്പൊ പറയുന്ന വേറൊരു വാക്കുണ്ട്. എന്താണ് പറയുന്നത്? അപ്പൊ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് തൊഴിലും കൂലിയൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടുത്തെ നമ്മളൊക്കെ മറ്റ് നാട്ടിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ഇപ്പൊ എല്ലാം യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരികയില്ല. പിന്നെ അതെല്ലാം എന്തിന്റെ പ്രശ്നമാണ്? നമ്മൾ തൊഴിൽ കൊടുക്കാത്തതിന്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആലോചിച്ചുകൊണ്ട കാര്യം എന്ന് പറഞ്ഞാൽ M.M. വിജയമാഷ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട് എന്ന് പറയുന്നത് ഒരു മണി ഓർഡർ സൊസൈറ്റിയാണ്. പണ്ടേ തന്നെ പ്രവാസികളാവാൻ ജനിക്കുമ്പോൾ തന്നെ പ്രവാസികളാവാൻ തീരുമാനിച്ച ആൾക്കാരാണ് നമ്മൾ ഈ 70 മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ പല രീതിയിലും കൊളംബോയിലേക്കും ബർമയിലേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പ്രവാസികളായിട്ട് പോയ ആൾക്കാരാണ്. പിന്നെ കുറെ കഴിയുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പട്ടന്മാരെ മുഴുവൻ എങ്ങോട്ട് പോയി? ഇവിടെ പറയുന്നത് ബോംബെയിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് മണി ഓർഡർ അയച്ചു. 70 കാലഘട്ടം 69-70 കാലഘട്ടമ്പോഴേക്ക് നമ്മൾ പ്രവാസി ജീവിതം ആരംഭിച്ചു. ഈ പ്രവാസി ജീവിതം ആരംഭിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോയി? നമ്മൾ ദുബായിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോയി. അങ്ങനെ നമ്മൾ ഈ നാട് വിട്ട് പോയിട്ട് മണി ഓർഡർ കൊണ്ട് ജീവിക്കാനുള്ള ഒരു ആന്തരികമായ ചോദന ആർക്കുണ്ടെന്നുള്ളതാണ്, പ്രവാസികൾക്കുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ രാജ്യസേവനമോ രാജ്യത്തോടുള്ള സ്നേഹമോ എന്ന് പറയുന്നത് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾക്ക് മറ്റെവിടെയെങ്കിലും പോയിട്ട് ഏറ്റവും സുഖസുന്ദരമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അത് നമുക്ക് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫ് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഈ അങ്ങനെ ഗൾഫ് ജീവിതത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോയിട്ട് കൊണ്ടുവന്ന മൂലധനം നമ്മുടെ സാമ്പത്തിക, അതായത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അതിന് വെറും ഒരു ഭൗതികമായ പ്രശ്നങ്ങൾ മാത്രമല്ല, അതിന് ആത്മീയമായ കുറെ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ആ സാധനങ്ങളുടെ കണക്കെടുക്കലോ തൊട്ടയിലും പിടിച്ചതിന് എല്ലാവരുടെയും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ചക്രയിൽ ഞാൻ പോയിട്ട് നോക്കിയപ്പോ എന്താ പറഞ്ഞാൽ അവിടെ ഒരു പല്ല് വേദന പോയതാണ്. ഈ പല്ല് വേദന പോയി വന്നപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ട് പറഞ്ഞു. അവിടെ ഒന്നും പബ്ലിക് ഹെൽത്ത് സെന്റർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല.
ഡോക്ടറുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ പോയി പറഞ്ഞപ്പോൾ ഒരു വലിയ കവണയും എടുത്തിട്ട് ചവണ മറ്റേ ഇതില്ലേ കുറച്ച് പൊരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് മുറുക്കിയിട്ട് കംപ്ലീറ്റ് ഒരു ചെറിയൊരു ആട്ടും കൂടെ പോലത്തെ ഒരു സ്ഥലം ഇവിടെ ഒരു കസായ ഇട്ടിട്ട് എടുത്തിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ 50 കൊല്ലം മുമ്പ് ബേർഡേ വെച്ച് എൻ്റെ നാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. 50 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ അവിടെ ഇരിക്കുകയാണ് ഈ മുറുക്കാൻ നോക്കിക്കൊണ്ട്. ഇവനാണ് അവിടുത്തെ ആൾക്കാരുടെ മുഴുവൻ പല്ല് വരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതും ഈ പറയുന്ന കേരളത്തിന്റെ ഒരു ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു കൊടുത്തു. അപ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ രീതിയിൽ പിന്നെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ് മുഴുവൻ നമ്മൾ എടുക്കും. ഈ ബെനിഫിറ്റ് മുഴുവൻ എടുത്തിട്ട് ഈ പറയുന്ന പോലെ ഒരു വലതുപക്ഷ വർഗം എപ്പോഴും ഇതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ എന്ത് വലിയ പ്രതിസന്ധികളാണ് 10 കൊല്ലത്തിനുള്ളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും വലിയൊരു പ്രളയം എന്ന് പറയുന്നത് കോവിഡ് എന്ന് പറഞ്ഞ പ്രശ്നം നിങ്ങൾ കണ്ടല്ലോ. ഈ പറയുന്ന ഈ മറ്റേ എന്താണ് യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ എന്ത് ചെയ്ത് അവിടെ ശവങ്ങളിട്ട് കത്തിക്കുന്നത് കണ്ടല്ലോ. അതിന്റെ 10-11 ശവങ്ങൾ കേരളത്തിൽ കത്തിയിട്ടുണ്ടാവും. ആലോചിച്ചു. അപ്പൊ അവിടെ ഇട്ട് കത്തിക്കുന്നത് കണ്ടു. ഇപ്പൊ മറ്റേ മതത്തിന്റെ ഇപ്പൊ അടുത്ത കാലത്ത് പറഞ്ഞോളൂ ഈ മോണാലിസ എന്ന് പറഞ്ഞ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് എന്തുണ്ടാക്കി ഇവിടെ വലിയ അല്ല ശരി നല്ല തന്നെ അവസാനം അങ്ങോട്ടാണ് വന്നത്. കല്യാണം കഴിച്ച് ഒരു രക്ഷയും ഇല്ലാതിരുന്ന സമയത്ത് അഭയത്തിന് എവിടത്തേക്കാണ് വന്നത്? കേരളത്തിലേക്കാണ് വന്നത്. എന്തായി? അവരുടെ വീട്ടിൽ അവരുടെ നാട്ടിലൊന്നുമില്ലേ? മതേതരത്വവും ജനാധിപത്യവും ഒന്നും ഇല്ലാത്ത രാജ്യമാണ് MP പിന്നെ ഉത്തർപ്രദേശ് പോലുള്ള രാജ്യം. അത് എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം നമ്മൾ ഈ മതേതത്വത്തിനും ഈ പറയുന്ന സംഭവങ്ങൾക്ക് ജനാധിപത്യത്തിനും അത്രയും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കുട്ടി 18 വയസ്സ് കഴിയുമ്പോൾ മുസ്ലിമായ ഒരു പയ്യനെ വിവാഹം കഴിച്ചുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ കേരളമല്ലാതെ വേറെ ഇല്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വരുന്നത്. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. അത് പെട്ടെന്ന് ഇങ്ങനെ വെറുതെ വളർത്തിയെടുത്തൊന്നുമല്ല. കാലാകാലങ്ങളായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഗംഭീരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്, സമരങ്ങളുടെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഇവിടെ സംജാതമാകുന്നത് നമുക്ക് പറയേണ്ടി വരും, ഇല്ലേ? അപ്പോൾ ഇപ്പൊ ഇവിടെ നോക്കാം, ആരോഗ്യത്തിന്റെ കാര്യത്തിലായി വഖഫ് ബോർഡിന്റെ പ്രശ്നം വന്നിട്ടുണ്ടാവും. വേറെ എവിടെയെങ്കിലും ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മുനമ്പം പോലുള്ള സ്ഥാനത്തിൽ വലിയൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് വരും. അവിടെ വലിയ കലാപങ്ങൾ നടക്കും. മണിപ്പൂരിൽ നടന്ന കലാപങ്ങൾ പോലെ കലാപം നടക്കും. ആ കലാപത്തെ എത്ര സുന്ദരമായിട്ടാണ്, എത്ര വൈദഗ്ധ്യത്തോടു കൂടിയിട്ടാണ് ഒരു ഗവൺമെന്റ് സമീപിച്ചതെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ ഇഷ്യൂസ് ഇവിടെ ഉണ്ടാകുന്നില്ല. ആരോഗ്യകരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയേണ്ട കാര്യമല്ല. ആരോഗ്യപരമായിട്ട് നമ്മൾ 1-ാം സ്ഥാനത്തൊക്കെയാണ്. ഇപ്പൊ ഞാനന്ന് ബംഗാളിൽ പോയിട്ട് ഒരു വീട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് മറ്റേ ദ്വിഭാഷയുണ്ട് കൂടെ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഒരു വയസ്സനായ ഒരാളുടെ പിറകെ കുറേ കുട്ടികൾ കുറേ ചെറുപ്പക്കാരെ നടന്നു പോവാണ്. അപ്പൊ ഈ പൗരത്വ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നോക്കുമ്പോൾ എല്ലാ ചെറുപ്പക്കാരും ഇവരെല്ലാവരും 25 ആൾക്കാർ, ചെറിയ പ്രായം 10-25 വയസ്സുള്ള ചെറുപ്പക്കാര് ഈ വയസ്സനായ ആളുടെ പിറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത് നോക്കിയപ്പോൾ പറഞ്ഞു, ഈ നാട്ടിൽ SLC പാസ്സായ ഒറ്റൊരു മനുഷ്യനേ ഉള്ളൂ. അതാണ് ആ 65 വയസ്സായ ആൾ. ഇത് എപ്പോ പണ്ട് നടന്ന കാര്യം ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. അയാളുടെ പിറകെ നടക്കേണ്ട. എന്താണെന്ന് NRI പ്രശ്നത്തിൽ ഈ മറ്റേ റേഷൻ കാർഡ് ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും എന്ത് റേഷൻ കാർഡ്, നമ്മൾ കേരളത്തിൽ നിന്നിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. റേഷൻ കാർഡ് ഇല്ലാത്തത്, റേഷൻ കാർഡ് പോയിട്ട് ഒരു കാർഡും ഇല്ല, ഒരു ഐഡന്റിറ്റിയും ഇല്ല മനുഷ്യന്മാർക്ക്, ഒന്നും കൊടുക്കുന്നില്ല എന്നതാണ്. അത്തരത്തിലുള്ള മനുഷ്യന്മാർ ഇതിന്റെ പിറകെ നടന്നു പോകണം. കാരണം പൂരിപ്പിക്കാൻ അറിയില്ല, എഴുത്തും വായന അറിയില്ല. ആലോചിച്ച് നോക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാധനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതേ സമയത്ത് തന്നെ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ പിന്നെ ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ട്. അവർ 3 ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നുള്ളൂ. കാരണം ഒറ്റ യൂണിഫോമേ ഉള്ളൂ. ഒരു കുട്ടി ഇന്നൊരു യൂണിഫോം ഇടും, അതന്നെ അലക്കിയിട്ട് പിറ്റേഴ്സ് അതിന്റെ അനിയനിടും, പിറ്റേഴ്സ് അതിന്റെ അനിയൻ പിറ്റേഴ്സ് അലക്കിയിടും. ഇങ്ങനെ ഒരു സ്കൂളിൽ നമ്മൾ ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ മോനെ നീ ഏതെങ്കിലും ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ കുട്ടിക്ക് അവൻ തല്ലും. ആ കുട്ടി നീ സ്കൂളിൽ പോകുന്നുണ്ടോ ചോദിച്ചാൽ അത്രമാത്രം നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ രീതിയിലും ഈ കമ്മ്യൂണൽ ഇഷ്യൂവിനെ തടയുന്ന ഒരു രീതിയിലും ജനാധിപത്യപരമായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്.
അതുപോലെ തന്നെ ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മൊത്തമായിരുന്നു ഇത് കഴിഞ്ഞു. ഈ 2014 ഇവർ ഭരണത്തിൽ വന്നതിന് ശേഷം 5 കോടി ജനങ്ങളാണ് ഇപ്പോൾ പട്ടിണി കിടന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ എന്താണ് ഫിനാൻസ് മിനിസ്റ്ററുടെ ഭർത്താവ് പറക്കൽ പ്രഭാകരൻ തന്നെയാണ് പറഞ്ഞത്. പറക്കൽ പ്രഭാകരൻ ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 5 കോടി ജനങ്ങൾ ഇപ്പോഴും പട്ടിണി കിടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കോടി ജനങ്ങൾ, അത് എത്ര കോടി എന്നില്ല, ഈ എത്രയോ കോടി ജനങ്ങൾ ഒരു നേരത്തെയും 2 നേരത്തെയും ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്, ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. ഇവർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയി ഭരത്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ ഈ രാജസ്ഥാനിൽ BJP അല്ലേ വരുന്നത്. അപ്പൊ രാജസ്ഥാനിൽ ഈ BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ പോയി നോക്കണം. ഈ ഭരത്പൂർ എന്ന് പറയുന്ന സ്ഥലം, ഭരത്പൂർ ഒരു ജില്ലയാണ്. അതേ നമ്മുടെ ഇതിൻ്റെ അടുത്ത് ഇത്രയും പോലുമില്ല. പിന്നെ ജില്ലാ ആസ്ഥാനം അവിടെ നമ്മുടെ ചീമേനി ടൗണില്ലേ, അത്ര പോലുമില്ല. അങ്ങനെയുള്ള സംഭവം. അവിടെ ഞാൻ പോയിട്ട് ഒരു ഹോട്ടലിൽ താമസിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 7 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് തർക്കമൊക്കെ എണ്ണ വെറുതെല്ലാം മേടിക്കണം. അപ്പോൾ സാറേ ഇങ്ങോട്ട് പോകരുത്, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റ് ഉണ്ട്, ഭയങ്കരമായ പ്രശ്നമാണ്, പിടിച്ചു പറയുന്നുണ്ട്, ചിലപ്പോൾ കൊലപാതകം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭരത്പൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ആ ജില്ലാ ആസ്ഥാനത്ത് രാത്രി 7 മണിക്ക് മുമ്പ് പുറത്തേക്ക് നടക്കാൻ പറ്റില്ല. ഇതാണ് ജനാധിപത്യം, ഇതാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ജനാധിപത്യം. ഇപ്പൊ കൊണ്ടിറക്കിയല്ലോ കുറെ എണ്ണത്തിന് സന്യാസിമാര്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ കുറെ മുണ്ട് പോണമില്ലാത്ത കുറെ എണ്ണത്തിനെ പിടിച്ചിട്ട് ഇവിടെ ഇറക്കും. കാരണം നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഒരുപാട് സമരത്തിന് ശേഷമാണ് നമ്മൾ നിരന്തരമായ പോരാട്ടത്തിന്റെ നമ്മൾ ചരിത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. 19-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു നോക്കുമ്പോൾ എന്തുമാത്രം ജാതീയത ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യ, കേരളം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലുണ്ടായിരുന്ന ജാതീയതയുടെ 10 ഇരട്ടി ജാതീയത ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്, അടിമത്തം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് അരിച്ചരിച്ചരിച്ചെടുത്ത ഒരു ജനാധിപത്യ ബോധമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളത്. അത് ആരുണ്ടാക്കിയെന്ന് ആലോചിച്ചോക്കണം. അതുണ്ടാക്കിയത് അമിത് പാർട്ടിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ജനാധിപത്യ ബോധത്തിന്റെ പുറത്തു നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് ആ നരബലിയും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ ജനതയെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ഇവർ ഈ പുതിയ പരിപാടി തുടർന്നിരിക്കുന്നത്. കാരണം അവിടുന്ന് പറയേണ്ടത് ഇപ്പൊ ഇന്നലെ പറയുന്നുണ്ടല്ലോ, അയ്യോ ഞങ്ങൾ ഇറക്കിയൊന്നുമല്ല, ഇത് ഞാനതിരെ പോകുമ്പോൾ എന്തോ ഒരു സ്ഥാനത്തിൽ കുറെ അഘോരികളിലൂടെ വന്നു. ഈ അഘോരികളിലൂടെ വന്ന സമയത്ത് വഴി ചോദിച്ചു. അത് രാജീവ് ചന്ദ്രശേഖരനോട് തന്നെ വഴി ചോദിക്കുന്നു. എന്നിട്ട് വഴി ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, 500 രൂപ എടുത്തു കൊടുത്തു. 500 രൂപ എടുത്തു കൊടുത്തപ്പോൾ അവർ മറ്റേ ബസ്സും കയറി പോയി, വണ്ടിയിൽ പോയി. എണ്ണടിക്കാൻ പൈസ ഇല്ലാലോ അഘോരികൾ. അപ്പോൾ ആ എണ്ണടിക്കാനുള്ള പൈസ കൊടുത്തിട്ട് അഘോരികൾ പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരെ കൂടെ വന്നിട്ട് രുദ്രാക്ഷം വാങ്ങി മറ്റേ ഇതുണ്ടാക്കുന്ന ഫോട്ടോ കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേതാണ് സത്യമുള്ളത്? ഇങ്ങനെ നമ്മൾ ഇതുവരെ സമരത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ചരിത്രത്തെ പിൻവലിക്കാൻ, ചരിത്രത്തെ ഞണ്ടിനെ പോലെ പിന്നോട്ട് നയിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ വലതുപക്ഷ കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു BJP, പ്രത്യേകിച്ച് BJPയുടെ നടക്കുന്നത്. പിന്നെ കോൺഗ്രസ് നേതാവിനെ കുറിച്ചിട്ട് ഇവിടെ എതിർ സ്ഥാനാർത്ഥി നിൽക്കുന്ന കോൺഗ്രസ് നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ മത്സരം കഴിയുമ്പോഴേക്കും അയാൾ ഏത് പാർട്ടിയിലാണെന്ന് അയാൾക്ക് എല്ലാം അറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് കോൺഗ്രസ്സുകാർ പോലും മാർക്ക് വോട്ട് കൊടുക്കില്ല, അയാൾക്ക് വോട്ട് കൊടുക്കാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള നേതാവിനെ ഒന്നും വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ EMS തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ സേവിക്കുക മാത്രമല്ല അവരെ ശാക്തീകരിക്കുന്നതിൻ്റെ പേരാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ ജനങ്ങളെ സേവിക്കുക മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളെ ശാക്തീകരിക്കാൻ കൂടിയുള്ള ഒരു നേതാവാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പേര് VP മുസ്തഫയാണ് എന്നാണ്. VP മുസ്തഫക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്.